എനിക്കുണ്ടായിരുന്ന ഒരു സ്വഭാവമായിരുന്നേ. ആരെങ്കിലും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു കണക്ഷൻ അല്ല കൂട്ടോ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് വിശ്വസിക്കും. അവരാണ് പിന്നെ എല്ലാം എന്നുള്ള ചിന്താഗതിക്കാരിയായിരുന്നു ഞാൻ. കാരണം അവരോട് എല്ലാ കാര്യങ്ങളും പറയും, അവരെ നമ്മൾ ചേർത്ത് നിർത്തും, അവരാണെല്ലാം. കാരണം മാസങ്ങളുടെ പരിചയം ചിലപ്പോൾ കാണുള്ളൂ, പക്ഷേ കാണുമ്പോഴത്തേനും ഭയങ്കര സ്നേഹം കാണിക്കുന്നു, ഓടിച്ചെല്ലുന്നു, വിളിക്കുന്നു, പറയുന്നു. ഇങ്ങനെയൊക്കെ ഒരു കാലം എനിക്കുണ്ടായിരുന്നു, ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് വരെ. അതുപോലെ ബന്ധങ്ങളെ ഇങ്ങനെ ഭയങ്കര ചേർത്ത് നിർത്താൻ ഒത്തിരി ആഗ്രഹിക്കുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ ഒരു സ്വഭാവം. പക്ഷെ പലയിടത്തുനിന്നും പല തട്ടുകളും കിട്ടിയപ്പം ഞാനൊന്ന് മനസ്സിലാക്കി. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അങ്ങനെ അധികം ആരോടും ഇടപഴകേണ്ട കാര്യമില്ല. കാരണം നമ്മൾ അങ്ങനെ ഇടപെട്ട് കഴിയുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ഒരു ചെറിയ ഒരു എന്നാ പറയണ ഒരു ഇഷ്ടമില്ലായ്കയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെറുപ്പോ എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് മനസ്സിൽ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തകർന്നു പോകും. അതുകൊണ്ട് ഏത് ബന്ധം ഉണ്ടാക്കുകയാണെങ്കിലും ഉണ്ടല്ലോ, നമ്മളെപ്പോഴും ഒരു ബൗണ്ടറി ഉണ്ടാക്കി വെച്ചേക്കണം. അധികം അങ്ങോട്ട് ആൾക്കാരെ അങ്ങ് അവരിലേക്ക് അങ്ങ് ഇഴുകിച്ചേർന്നുള്ള ആ ബന്ധങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി വെച്ചാൽ നമുക്ക് മനസ്സിന് ഒത്തിരി സമാധാനം ഉണ്ടെന്നേ. നമ്മുടെ വിചാരം എന്നാണെന്നറിയാമോ, നമ്മൾ അങ്ങനെ അങ്ങ് സ്നേഹിക്കുമ്പോൾ അവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്ന, അവർ വേറെ വ്യക്തികളാണ്. അവർക്ക് അങ്ങനെ നമ്മളെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. അവർക്ക് വേറൊരു നേച്ചറുണ്ട്. ഇതെന്തൊരു ഇഷ്ടമാണെന്നൊക്കെ ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം നമ്മുടെ ഇഷ്ടങ്ങൾ. അപ്പം നമുക്ക് ചിലപ്പോൾ അബദ്ധങ്ങൾ പറ്റിയെന്നിരിക്കാം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, നമ്മളാരെയും അങ്ങനെ അമിതമായിട്ട് ഇഷ്ടപ്പെടാനോ അമിതമായിട്ട് സ്നേഹിക്കാനോ പോരുത്. ഒരു പരിധി വരെ മാത്രം അതിനൊക്കെ ഒരു ബൗണ്ടറി സൃഷ്ടിക്കുക. അപ്പം നമുക്ക് കുറേയൊക്കെ സങ്കടങ്ങൾ ഒഴിവാകും. അവരെന്ത് പറഞ്ഞാലും നമ്മളെ ബാധിക്കാതെയോ. നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് നമ്മളെയാണ്. നമ്മളെ പിന്നെ ആരിഷ്ടപ്പെടാനാണ്? നമുക്ക് വേണ്ടി ജീവിച്ചില്ലേ പിന്നെ നമ്മുടെ ഈ ജീവിതം കൊണ്ട് എന്താ അർത്ഥമുള്ളത്? നമ്മൾ പലർക്കും പറ്റുന്ന ഒരു കുഴപ്പങ്ങളാണ് ഇതൊക്കെയില്ലേ. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കില്ല, നമ്മളെ ഇഷ്ടപ്പെടില്ല, നമ്മൾ ആർക്കോ വേണ്ടി ജീവിക്കുന്നു അല്ലേ? ശരിയാണോ?